കോഴിക്കോട് നഗരത്തിൽ ദുരനുഭവത്തിനിരയായതായി യുവതി. വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രവർത്തകയും എഴുത്തുകാരിയുമായ ആഷിക ഖാനമാണ് ദുരനുഭവം സമൂഹ മാധ്യമത്തിലൂടെ വെളിപ്പെടുത്തിയത്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി നടക്കുന്നതിനിടെ വാഹനത്തിലെത്തിയ യുവാവ് പിന്നാലെ സഞ്ചരിച്ച് ശല്യപ്പെടുത്തിയെന്നാണ് ഇവർ വ്യക്തമാക്കുന്നത്. ഇന്നലെ എറണാകുളത്ത് നിന്ന് ഒരു പരിപാടി കഴിഞ്ഞിട്ട് പുലർച്ചെ 5:30 മണിയോടെ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങുണ്ടായി. രാവിലെ 9 മണിക്ക് എനിക്ക് ഓഫീസിലെത്തേണ്ടതുണ്ട്. ട്രാവലിംഗിലായതുകൊണ്ട് ഉറക്കം ശരിയായിട്ടില്ല. അപ്പോൾ ഉറക്കമൊന്നും ശരിയാണെങ്കിൽ നേരത്തെ റൂമിലെത്തിയാൽ ആവശ്യമാണ്. ഞാൻ വളരെ ഫെമിലിയർ ആയിട്ടുള്ള റൂട്ടാണ് വരാനുള്ളത്. അതുകൊണ്ടാണ് 5:30 മണി ഒരു നേരം വെളുത്ത് തുടങ്ങുന്ന സമയമാണല്ലോ എന്നുള്ളത് പ്രശ്നമാക്കാതെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത്. അങ്ങനെ SM സ്ട്രീറ്റ് ക്രോസ് ചെയ്തിട്ട് LICയുടെ ഭാഗത്തെത്തി. ഈ LICയുടെ ഭാഗത്തെത്തിയ സമയത്ത് ഒരു ബൈക്കിലൊരുത്തൻ വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, എത്തിയോന്ന് ചോദിച്ചു. ഒരു ഡബിൾ മീനിങ് ഉള്ള ചോദ്യം. ആ ചോദ്യത്തിലാണ് ഞാൻ എന്തെന്നുള്ള രൂപത്തിലും ഒന്ന് ചൂടാവുന്ന രൂപത്തിൽ ഞാൻ മറുപടി കൊടുത്ത്. ആ സമയത്ത് ഫോണിൽ എൻ്റെ ഉപ്പ കണക്റ്റഡ് ആണ്. ഉപ്പ എന്താ പ്രശ്നം എന്ന് ചോദിക്കുന്നുണ്ട്. അതിൽ എന്നിട്ട് ഞാൻ ഇങ്ങനെ ചൂടായ സമയത്ത് ഇവൻ പോയി. അപ്പോൾ ഫോണിൽ ഞാൻ ജസ്റ്റ് വെറുതെ നടക്കില്ലെന്ന് കരുതി ഉപ്പനെ വിളിച്ചിരുന്നു. ആള് ഫോണിൽ കണക്റ്റഡ് ആണ്. ഉപ്പ ഇങ്ങനെ പറയുന്നുണ്ട്, നേരം വെളുത്തിട്ടില്ല, ശരിക്കും ആ ഒരു ഓർമ്മ വേണം, വെറുതെ ചൂടാവാൻ നിൽക്കേണ്ട, വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ, സേഫായിട്ടിരിക്കുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. എൻ്റെ മൈൻഡിൽ എന്താ, കോഴിക്കോടാണ് സേഫ് ആണ് എന്നുള്ളൊരു തോന്നലാണ്. ആ സേഫ്റ്റി ഞാൻ ഇന്ന് ശരിക്കും കണ്ടു എന്നുള്ളതാണ്.